ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോണ്ടൂറിങ് എന്താണെന്ന് പഠിച്ചു. വാട്ട് ഈസ് കോണ്ടൂറിങ്, വാട്ട് ഈസ് മീൻ ബൈ കോണ്ടൂർ ലൈൻസ്, അതുപോലെ വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ടേംസ് ഇൻ കോണ്ടൂറിങ് ലൈക്ക് കോണ്ടൂർ ഇൻ്റർവൽ, ഹൊറിസോണ്ടൽ ഇക്വലൻറ്റ് അല്ലേ. പിന്നെ അതുപോലെ പിന്നെന്താ പഠിച്ചത്, ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോണ്ടൂർസ്, ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു. പിന്നെ വാട്ട് ആർ ദ യൂസസ് ഓഫ് കോണ്ടൂർസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇനി ഇതിൽ വരുന്ന അടുത്തൊരു ടോപ്പിക്കാണ് മെത്തേഡ്സ് ഓഫ് കോണ്ടൂറിങ്. നമ്മൾ എങ്ങനെയാണ് ഒരു കോണ്ടൂർ മാപ്പ് പ്രിപ്പയർ ചെയ്യുന്നത്, അത് വെച്ചിട്ടാണ് നമ്മൾ മെത്തേഡ്സ് പറയുന്നത്. ബ്രോഡ്ലി രണ്ട് തരത്തിലാണ് മെത്തേഡ്സ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് ഡയറക്റ്റ് മെത്തേഡ്, മറ്റത് ഇൻഡയറക്റ്റ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. In direct method of contouring, the reduced level of various selected points on a contour line are obtained and their positions are located. Okay, അതായത് നമുക്ക് ഒരു കോണ്ടൂർ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ലൈൻ ജോയിനിങ് പോയിന്റ്സ് ഓഫ് സെയിം എലിവേഷൻ അല്ലെങ്കിൽ സെയിം റെഡ്യൂസ്ഡ് ലെവൽ. ഗ്രൗണ്ടിൽ ഒരേ റെഡ്യൂസ്ഡ് ലെവൽ വരുന്ന പോയിന്റ്സ് ജോയിൻ ചെയ്തുകൊണ്ട് നമ്മളൊരു ലൈൻ വരച്ചാൽ അത് നമ്മളൊരു കോണ്ടൂർ ലൈൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഡയറക്റ്റ് മെത്തേഡിൽ ഗ്രൗണ്ടിൽ തന്നെ ലെവൽ കണ്ടുപിടിക്കും. ലെവലിംഗ് സ്റ്റാഫും അതുപോലെ ലെവലിംഗ് ഇൻസ്ട്രുമെൻറ്റും വെച്ചിട്ട് നമ്മൾ ഒരുപാട് പോയിൻറ്റ്സിൻ്റെ ലെവൽ കണ്ടുപിടിക്കും. അതിൽ സെയിം റെഡ്യൂസ് ലെവൽ വരുന്ന പോയിൻറ്റ്സ് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് അതിനെ കണ്ടുപിടിക്കുക, അത് എവിടെയാണ് കണ്ടുപിടിച്ചിട്ട് അതിനെ നമ്മളെ പ്ലാനിൽ വരച്ച് അത് തമ്മിൽ ജോയിൻ ചെയ്ത് വെച്ചാൽ നമുക്കൊരു കോണ്ടൂർ ലൈൻ കിട്ടും അല്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഒരുപാട് ടൈം എടുക്കുന്നൊരു പ്രോസസ്സാണ്. നമ്മൾ ഒരുപാട് പോയിൻറ്റ്സിൻ്റെ ലെവൽ കണ്ടുപിടിക്കണം, അതിൽ സെയിം ലെവൽ വരുന്ന പോയിൻറ്റ്സ് നോക്കണം. അപ്പോൾ അത് ഒരുപാട് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. പക്ഷേ ഇറ്റ് ഈസ് അക്യുറേറ്റ് ബട്ട് ഇറ്റ് ഈസ് സ്റ്റഡിയസ്. ഓക്കെ, അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന എപ്പോഴാണ്, വെൻ വി ആർ സർവേയിങ് എ സ്മോൾ ഏരിയ വേർ ഗ്രേറ്റ് അക്യുറസി ഈസ് റിക്വയർഡ്. നല്ല അക്യുറേറ്റ് ആയിട്ട് ചെറിയൊരു ഏരിയേൻ്റെ കോണ്ടൂർ വരക്കണമെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ അതുപോലെ ഇത് നമുക്ക് ഫൈനൽ റിസൾട്ട് കിട്ടുന്നത് ആസ് റിസൾട്ട് ഓഫ് വെർട്ടിക്കൽ കൺട്രോൾ ആൻഡ് ഹൊറിസോണ്ടൽ കൺട്രോൾ. നമ്മൾ ഉദ്ദേശിക്കുന്നത് വെർട്ടിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത് നമ്മൾ ലെവൽ കണ്ടുപിടിക്കുന്നതിനാണ് വെർട്ടിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ കൺട്രോൾ എന്ന് പറയുന്നത് ഗ്രൗണ്ടിൽ അതിനെ ലൊക്കേറ്റ് ചെയ്യുന്നതിന്, ഗ്രൗണ്ടിലെ ഓരോ പോയിൻറ്റ്സും എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്ത് അത് നമ്മളെ മാപ്പിൽ വരയ്ക്കുന്നതിനാണ് ഹൊറിസോണ്ടൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിളായി പറഞ്ഞാൽ വെർട്ടിക്കൽ കൺട്രോൾ ഈസ് അച്ചീവ്ഡ് ബൈ എ ലെവൽ ആൻഡ് ലെവലിംഗ് സ്റ്റാഫ്, whereas horizontal control can be achieved by a chain, ടാപ്പ്, അല്ലെങ്കിൽ അതുപോലെ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി തിയോഡലൈറ്റ് യൂസ് ചെയ്യുക, പിന്നെ പ്ലെയിൻ ടേബിൾ വെച്ചിട്ട് ലൊക്കേറ്റ് ചെയ്യുക, ഗ്രൗണ്ടിൽ ഓരോ പോയിൻറ്റ്സും എവിടെയാണെന്ന് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. ഇതാണ് ഡയറക്റ്റ് മെത്തേഡ്. അതേസമയം ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ എ ലാർജർ ഏരിയ നമ്മൾ സർവേ ചെയ്തിട്ട് അതിൻ്റെ കോണ്ടൂർ മാപ്പ് വരക്കണമെങ്കിൽ നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യും. ഇത് അത്ര അക്യുറേറ്റ് ഒന്നുമല്ല, പക്ഷേ ഇറ്റ് ക്യാൻ ബി ഡൺ ഈസിലി. ഇതിലെന്താ ചെയ്യുന്നത്, സം സ്യൂട്ടബിൾ ഗൈഡ് പോയിൻറ്റ്സ് ആർ സർവേഡ്. ദ ഗൈഡ് പോയിൻറ്റ്സ് ആർ നോട്ട് നെസസറിലി beyond the contours and the plotted guide point serves as a basis for interpolation of contours. അതായത് നമ്മൾ ഗ്രൗണ്ടിൽ ഒരുപാട് ഗൈഡ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പോയിൻറ്റ്സിൻ്റെ ലെവൽ കണ്ടുപിടിക്കും. ആ പോയിൻറ്റ്സിന്, അതായത് ആ ലെവൽസ് നമുക്ക് ചിലപ്പോൾ നമ്മുടെ കോണ്ടൂറിൽ വരണമെന്നില്ല, പക്ഷേ ആ ആ റെഫറൻസ് പോയിൻ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഗൈഡ് പോയിൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ലെവൽ ആ ലെവലിലേക്ക് ഇൻ്റർപോളേറ്റ് ചെയ്തിട്ട് നമ്മൾ കോണ്ടൂർ ലൈൻ വരക്കും. ഓക്കെ, നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ്. നമ്മൾ ഗൈഡ് പോയിൻറ്റ്സിൻ്റെ ലെവലാണ് കണ്ടുപിടിക്കുന്നത്. അത് വെച്ചിട്ട് നമ്മൾ ഇൻ്റർപോളേറ്റ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ലെവലിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കോണ്ടൂർ ലൈൻ വരക്കുന്നു. ഓക്കെ, അപ്പോൾ മോസ്റ്റ് ഓഫ് ദി എഞ്ചിനീയറിംഗ് സർവീസിൽ നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിനി ഓരോന്നും കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഡയറക്റ്റ് മെത്തേഡ്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ് the reduced level of direct method എന്താ ചെയ്യുന്നത്, the reduced level of various selected points on a contour line are obtained and their positions are located. The contours are then drawn by joining these points. ഓക്കെ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, മെത്തേഡ് ഈസ് എംപ്ലോയിഡ് ഓൺലി ഫോർ സ്മോൾ ഏരിയ where superior accuracy is demanded. Then the method of locating contours directly consists of horizontal and vertical control. The horizontal control for a small area can be exercised
by a chain or tap, and for a large area by using compass, theodolite or plane table. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ കൺട്രോൾ. ഹൊറിസോണ്ടലി ഗ്രൗണ്ടിൽ എവിടെയെല്ലാം നമ്മുടെ പോയിന്റ്സ് ഉള്ളതെന്ന് ലൊക്കേറ്റ് ചെയ്ത് മാപ്പിൽ വരക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതേസമയം ഫോർ വെർട്ടിക്കൽ കൺട്രോൾ എയ്തർ എ ലെവൽ ആൻഡ് എ സ്റ്റാഫ് ഓർ എ ഹാൻഡ് ലെവൽ മേ ബി യൂസ്ഡ്. ഓക്കെ, നമ്മൾ ലെവലിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ട് നമ്മൾ വെർട്ടിക്കലി അതിൻ്റെ ലെവൽ ഡിഫറൻസ് എല്ലാം കണ്ടുപിടിക്കുന്നു. ഓക്കെ, ഇതാണ് വെർട്ടിക്കൽ കൺട്രോൾ. അപ്പോൾ എൻ്റെ ഒരു ഫിഗറാണ് എങ്ങനെയാണെന്നുള്ളത്. ക്രോസ് സെക്ഷൻ നമ്മൾ ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ ഇങ്ങനെ കാണും. ആദ്യത്തെ ഫിഗർ ഒരുപാട് പോയിൻറ്റ്സിൻ്റെ ലെവൽ കണ്ടുപിടിക്കുന്നു. ഇത് നമ്മൾ ടോപ്പ് വ്യൂ നോക്കുമ്പോൾ ഈ പോയിൻറ്റ്സ് എല്ലാം ഇങ്ങനെ നമ്മൾ ആദ്യം ലെവൽ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ ABCD ഓരോ പോയിൻറ്റ്സും കണ്ടുപിടിക്കുന്നു. അതിലേക്കുള്ള ഡിസ്റ്റൻസ് നോക്കുന്നു, അത് തമ്മിലുള്ള ആംഗിൾസ് നോക്കുന്നു. അപ്പോൾ അതാണ് ഹൊറിസോണ്ടൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഓരോ പോയിൻറ്റ്സ് തമ്മിൽ എത്ര ആംഗിളാണ് ഉള്ളതെന്ന് കണ്ടുപിടിച്ചാൽ നമുക്കത് ലൊക്കേറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ അതാണ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കൺട്രോൾ. നെക്സ്റ്റ് വൺ, ഇൻഡയറക്റ്റ് മെത്തേഡ്സ്. ഇൻഡയറക്റ്റ് മെത്തേഡ് എന്താണ്? ദീസ് ആർ ലെസ് എക്സ്പെൻസീവ്, ലെസ് ടൈം കൺസ്യൂമിങ് ആൻഡ് ലെസ് tedious as compared with the direct method. These methods are commonly employed in small scale survey of large areas. ലാർജ് ഏരിയാസിൽ സ്മോൾ സ്കെയിൽ സർവേ, സ്മോൾ സ്കെയിലാണ് നമ്മൾ പ്ലാൻ വരയ്ക്കുന്നത്. സ്മോൾ സ്കെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രോയിങ് ചെറുതായിരിക്കും, അല്ലെങ്കിൽ ലാർജ് ഏരിയ നമ്മൾ ചെറുതായി കാണിക്കുന്നതിനാണ് നമ്മൾ സ്മോൾ സ്കെയിൽ മാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ 3 മെത്തേഡ്സ് ആണുള്ളത് ഇൻഡയറക്റ്റ് മെത്തേഡിൽ. ആദ്യത്തത് ഗ്രിഡ് മെത്തേഡ് ഓർ സ്ക്വയർ മെത്തേഡ്. ഗ്രിഡ് മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് സ്ക്വയർ മെത്തേഡ്. രണ്ടാമത്തത് ക്രോസ് സെക്ഷണൽ മെത്തേഡ്. മൂന്നാമത്തത് റേഡിയൽ ലൈൻ മെത്തേഡ് ഓർ ടാക്കോമെട്രിക് മെത്തേഡ്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് വൺ ഗ്രിഡ് മെത്തേഡ്. ഗ്രിഡ് മെത്തേഡിൽ എന്താ ചെയ്യുന്നത്? നമ്മൾ ആദ്യം നമ്മുടെ ഏരിയ ടു ബി സർവേഡ് ഈസ് ഡിവൈഡഡ് ഇൻ ടു എ നമ്പർ ഓഫ് സ്ക്വയേഴ്സ്. ഓക്കെ, the size of the squares may vary from 5 meter by 5 meter to 25 meter by 25 meter. അതായത് നമ്മുടെ ഏരിയ സർവേ ചെയ്യേണ്ട ഏരിയൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് നമ്മൾ ഒരുപാട് സ്ക്വയേഴ്സ് ആക്കി ഡിവൈഡ് ചെയ്യും നമ്മുടെ ഏരിയനെ. ഫോർ എക്സാമ്പിൾ നമ്മൾ ഫിഗർ നോക്കാം. ഇങ്ങനെ നമ്മൾ ആ ഏരിയനെ ഡിവൈഡ് ചെയ്യും ഒരുപാട് സ്ക്വയേഴ്സ് ആക്കിയിട്ട്. ഓക്കെ, ആ ഓരോ ഇൻഡിവിജ്വൽ സ്ക്വയറിൻ്റെ സൈസ് 5 meter by 5 meter ആവാം, ടു 25 meter by 25 meter വരെ ഉള്ള സ്ക്വയേഴ്സ് ആവാം. അപ്പോൾ ഇങ്ങനെയുള്ള സ്ക്വയേഴ്സ് ആക്കി ഡിവൈഡ് ചെയ്തതിനു ശേഷം എന്താ ചെയ്യുന്നത്? നമ്മൾ ഈ ഓരോ കോർണർ പോയിൻറ്റ്സും അതിന് നമ്പർ കൊടുക്കും. 1 2 3 4 നമ്പർ കൊടുത്തിട്ട് അതാണ് ഗൈഡ് പോയിൻറ്റ്സ്. ഈ ഓരോ കോർണർ പോയിൻറ്റ്സുമാണ് നമ്മുടെ ഗൈഡ് പോയിൻറ്റ്സ്. ആ ഗൈഡ് പോയിൻറ്റ്സിൻ്റെ ലെവൽ കണ്ടുപിടിക്കും. ഈ ഫുൾ ഓരോ സ്ക്വയറിൻ്റെയും കോർണർ പോയിൻറ്റ്സിൻ്റെ ലെവൽ കണ്ടുപിടിക്കും. ഓക്കെ, അത് നമ്മളവിടെ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. കൊടുത്തിട്ടുണ്ട് ഓരോ പോയിൻറ്റ്. 1ൻ്റെത് 100.9, 2ൻ്റെത് 99.7. അത് എക്സാമ്പിൾ കൊടുത്താവും. അങ്ങനെ ഒരുപാട് ലെവൽസ് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൽ വരക്കേണ്ടത് ഒരു ഫസ്റ്റത്തെ നോക്കാം. 99ൻ്റെ ഒരു കോണ്ടൂറാണ്. ഓക്കെ, അതായത് 99 meter റെഡ്യൂസ് ലെവൽ വരുന്ന കോണ്ടൂറാണ്. അപ്പം വി ഹാവ് ടു ഡ്രോ എ ലൈൻ ജോയിനിങ് പോയിൻറ്റ്സ് ഓഫ് 99 meter റെഡ്യൂസ് ലെവൽ. അപ്പോൾ നമ്മൾ ഇൻ്റർപൊലേഷൻ ചെയ്ത് വരക്കും. അതായത് ഇപ്പോൾ ഇതിൽ ഓരോ പോയിൻറ്റ്സും, ഇപ്പോൾ 1ൻ്റെത് നമുക്കറിയാം 100.9 ആണെന്നറിയാം. അതുപോലെ 5ൻ്റെത് 98.65 ആണെന്നറിയാം. അപ്പോൾ അതിൻ്റെ ഇൻ്റർപൊലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു 99 വരുന്ന എവിടെയാണ് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാം. അത് ഡീപ്പായിട്ട് നോക്കുകയാണെങ്കിൽ അതിന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഇൻ്റർപൊലേറ്റ് ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അരിത്തമെറ്റിക് മെത്തേഡ്, ഗ്രാഫിക്കൽ മെത്തേഡ്, അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് എല്ലാം ഉണ്ട്. അതിലേക്കൊന്നും പോകണ്ട. സിംപ്ലി അങ്ങനെ ഇൻ്റർപൊലേഷൻ ചെയ്യുമെന്ന് പറയാം. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ പോയിൻറ്റ്സിനെയും ഇൻ്റർപൊലേറ്റ് ചെയ്തിട്ട് നമുക്ക് 99ൻ്റെ റെഡ്യൂസ് ലെവൽ വരുന്ന കോണ്ടൂർ വരക്കാം. ഓക്കെ, അതുപോലെ ആ ഫിഗർ തന്നെ 98 റെഡ്യൂസ് ലെവൽ വരുന്ന മറ്റൊരു കോണ്ടൂർ വരച്ചിട്ടുണ്ട്. വീണ്ടും ഒരു കോണ്ടൂർ കൂടെ വരച്ചിട്ടുണ്ട് 98 റെഡ്യൂസ് ലെവൽ വരുന്നത്. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ ആണ്. ഇതുപോലെ നമുക്ക് ചെയ്യുന്നതിനെയാണ് ഗ്രിഡ് മെത്തേഡ് അല്ലെങ്കിൽ സ്ക്വയർ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, if the area is not large, it is divided into a grid or series of squares. The grid size may vary from 5 meter by 5 meter to 25 meter by 25 meter depending upon the nature of the ground, the contour interval and the scale of the map. Okay, the grid corners are marked on the ground and spot levels of these corners are determined by
നോർമൽ മെത്തേഡ് ഓഫ് ലെവൽ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഗ്രിഡ് മെത്തേഡ് ചെയ്യുന്നത്. രണ്ടാമത്തത് ക്രോസ് സെക്ഷനിങ് മെത്തേഡ്. ക്രോസ് സെക്ഷനിങ് മെത്തേഡിൽ എന്താ ചെയ്യുന്നത്? ഇത് നമ്മൾ സാധാരണ ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ നമ്മളൊരു റോഡിനെ സർവേ ചെയ്യണം. ഒരു റോഡിന് അക്രോസ് ആയിട്ട് നമുക്ക് കോണ്ടൂർസ് വരക്കണം. ഓക്കെ, റോഡിന് അലൈൻമെൻറ്റ്, റോഡോ റെയിലോ അതുപോലെ ലെങ്ത് വൈസ് അലൈൻമെൻറ്റ് വരുന്നതിൻ്റെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രോസ് സെക്ഷൻസ് എടുക്കും. ഓക്കെ, അത് എക്സാമ്പിൾ ഫിഗർ കാണിക്കാം. അപ്പോൾ ഇതിൽ കണ്ടോ, ഇതാണ് നമ്മുടെ റോഡിൻ്റെ സെൻറ്റർ ലൈൻ. അപ്പോൾ ഈ റോഡിന് ക്രോസ് സെക്ഷനായിട്ട് നമ്മൾ ഒരുപാട് ലൈൻസ് മാർക്ക് ചെയ്യും. ആ ലൈൻസിൽ നമ്മൾ എന്ത് ചെയ്യും? ലെവൽസ് കണ്ടുപിടിക്കും. അപ്പോൾ ആ ഫിഗറിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ആ ക്രോസ് സെക്ഷനിൽ ഒരുപാട് പോയിൻറ്റ്സിൽ ലെവൽ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, അങ്ങനെ ഈ അക്രോസ് ദ അലൈൻമെൻറ്റ് ഓഫ് ദ റോഡ് നമ്മൾ ഒരുപാട് പോയിൻറ്റ്സിൻ്റെ ലെവൽസ് കണ്ടുപിടിച്ചു. അതിനുശേഷം ആ ഗ്രൗണ്ടിൻ്റെ കോണ്ടൂർസ് വരക്കും. ഓക്കെ, അങ്ങനെയാണ് ഈ സംഭവം. ഒന്ന് വായിച്ചു നോക്കാം. In this method, suitable spaced cross sections are projected on either side of the center line of area. സെൻട്രൽ ലൈൻ ഓഫ് ഏരിയൻ്റെ ഏതൊരു സൈഡിലേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രോസ് സെക്ഷൻസ് പ്രൊജക്റ്റ് ചെയ്യുന്നു. സെവറൽ പോയിൻറ്റ്സ് ആർ ചൂസൺ അറ്റ് റീസണബിൾ ഡിസ്റ്റൻസസ് ഓൺ ഏതർ സൈഡ്. ആ സെൻട്രൽ ലൈൻ്റെ ഏതൊരു സൈഡിലേക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസിൽ നമ്മൾ ഒരുപാട് പോയിൻറ്റ്സ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ലെവൽ കണ്ടുപിടിക്കുന്നു. ദീസ് ഒബ്സർവേഷൻസ് ആർ മെയ്ഡ് ഇൻ ദ യൂഷ്വൽ മാനർ വിത്ത് എ ലെവൽ. പിന്നെ ദ ക്രോസ് സെക്ഷൻ ലൈൻസ് ആർ പ്ലോട്ടഡ് ടു ദ സ്കെയിൽ. The points on these lines are marked and the reduced levels are entered. നമ്മൾ ഈ ക്രോസ് സെക്ഷനിൽ ഒരുപാട് പോയിൻറ്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ പോയിൻറ്റ്സിൻ്റെ എല്ലാം ലെവൽ കണ്ടുപിടിച്ചതിന് ശേഷം അത് നമ്മൾ ഡ്രോയിങ്ങിൽ മാർക്ക് ചെയ്യുന്നു. The contours of desired values are then located by interpolation. ഓക്കെ, ഇതിൽ നമുക്ക് ഒരുപാട് പോയിൻറ്റ്സിൻ്റെ ലെവൽ കിട്ടി. ഓക്കെ, നമുക്കതിൽ ആവശ്യമുള്ള പെർട്ടിക്കുലർ റെഡ്യൂസ് ലെവൽ വരുന്ന പോയിൻറ്റ്സ് നമ്മൾ ഇൻ്റർപോളേറ്റ് ചെയ്ത് കണ്ടുപിടിക്കും. ഇപ്പോൾ 98 ആണെങ്കിൽ 98 ഏകദേശം വരുന്ന പോയിൻറ്റ്സിനെല്ലാം ജോയിൻ ചെയ്തുകൊണ്ട് നമ്മൾ കോണ്ടൂർ വരക്കുന്നു. ഓക്കെ, ദിസ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ഫോർ റോഡ്, റെയിൽ ആൻഡ് കനാൽ സർവേസ്. ഓക്കെ, ഇതാണ് സംഭവം. അപ്പോൾ ഇതിൽ ഒരുപാട് കോണ്ടൂർസ് വരച്ചിട്ടുണ്ട്. ഓരോ കോണ്ടൂറിനും അതിൻ്റെ പെർട്ടിക്കുലർ റെഡ്യൂസ് ലെവൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ക്രോസ് സെക്ഷൻ മെത്തേഡ്. അടുത്ത ലാസ്റ്റ് മെത്തേഡ് റേഡിയൽ മെത്തേഡ് ഓർ ടാക്യോമെട്രിക് മെത്തേഡ്. നമ്മളെ ഫസ്റ്റ് ടാക്കോമെട്രിക് എന്നാണ് പറഞ്ഞത്. ടാക്യോമെട്രിക് മെത്തേഡ് എന്നാണ് അതിനെ കറക്റ്റ് പറയുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് ഡൺ ബൈ യൂസിങ് എൻ ഇൻസ്ട്രുമെൻറ്റ് കോൾഡ് ടാക്യോമീറ്റർ. ടാക്യോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇൻഡയറക്റ്റ്ലി ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇതിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ആംഗിൾ ആയിരിക്കും കണ്ടുപിടിക്കുന്നത്. ആംഗിളാണ് വെർട്ടിക്കലി ആയിരിക്കും നമ്മൾ ആംഗിൾ ആയിരിക്കും കണ്ടുപിടിക്കുന്നത്. ആ ആംഗിളിൽ നിന്ന് നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണ്ട. എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ സെൻറ്ററിൽ നമുക്ക് ഏത് ഏരിയയിലാണോ സർവേ ചെയ്യേണ്ടത്, മാപ്പ് വരക്കേണ്ടത്, അതിൻ്റെ സെൻറ്റർ പോയിൻറ്റിൽ നമ്മൾ ടാക്യോമീറ്റർ സെറ്റ് ചെയ്യും. അതിനുശേഷം റേഡിയലി ഒരുപാട് ലൈൻസ് വരക്കും. ഓക്കെ, ആ ലൈൻസ് വരച്ചതിന് ശേഷം അതിൽ നമുക്ക് ഓരോ ഡിസ്റ്റൻസ് പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ ഒരുപാട് പോയിൻറ്റ്സ് സെറ്റ് ചെയ്യും. ആ പോയിൻറ്റ്സിൻ്റെ എല്ലാം റെഡ്യൂസ് ലെവൽസ് കണ്ടുപിടിക്കും. അങ്ങനെ ഇതിൽ നിന്ന് ഇൻ്റർപോളേറ്റ് ചെയ്തിട്ട് നമ്മൾ കോണ്ടൂർ ലൈൻസ് വരക്കും. In this method, a number of radial lines are set out at non-angular interval at each station. Okay. Instead of the level, a tachyometer may be used. The observations are taken on the staff stations and the elevation and distances are then calculated. ഇതിൽ ഓരോ പോയിൻറ്റിൻ്റെയും എലിവേഷൻ, അതായത് ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസസ്. ഇതിൽ ഓരോ പോയിൻ്റ് ഹൈറ്റ് കണ്ടുപിടിക്കുന്നത് നമ്മൾ ലെവൽ വെച്ചിട്ടല്ല, ടെക്യോമീറ്റർ വെച്ചിട്ടാണ് ഓരോ പോയിൻ്റ് ഹൈറ്റ് എല്ലാം കണ്ടുപിടിക്കുന്നത്, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എല്ലാം കണ്ടുപിടിക്കുന്നത്. ഹൈറ്റ്, എലിവേഷൻസ് ആൻഡ് ഡിസ്റ്റൻസ് ആർ കാൽക്കുലേറ്റഡ് ആൻഡ് ദ മെത്തേഡ് ഈസ് കൺവീനിയൻറ്റ് ഇൻ ഹില്ലി ഏരിയാസ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും വെർട്ടിക്കൽ ഡിസ്റ്റൻസും കാൽക്കുലേറ്റ് ചെയ്താണ് കണ്ടുപിടിക്കുന്നത് യൂസിങ് ദ ഇൻസ്ട്രുമെൻറ്റ് കോൾഡ് ടാക്യോമീറ്റർ. എന്നിട്ട് ഓരോ പോയിൻറ്റിനും ലെവൽ കണ്ടുപിടിക്കുന്നു. എന്നിട്ട്
എന്ത് ചെയ്യുന്നു, നമ്മൾ ആ ലെവൽ പോയിൻറ്റ്സ് എല്ലാം ജോയിൻ ചെയ്തുകൊണ്ട് കോണ്ടൂർ ലൈൻസ് വരക്കുന്നു. ഓക്കെ, ഇതാണ് റേഡിയൽ മെത്തേഡ്. ഓക്കെ, ഇതെല്ലാം നമ്മുടെ മെത്തേഡ്സ് ഓഫ് കോണ്ടൂറിങ്. ഓക്കെ.